ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല. നിങ്ങളെല്ലാം അറിഞ്ഞിരുന്ന പോലെ തന്നെ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ ലോകകപ്പിൻ്റെ ഫൈനൽ കളിച്ചു. അർജൻറ്റീന തോറ്റു പുറത്തായി, സ്പെയിൻ കപ്പ് പൊക്കി, എല്ലാം ശരി. പക്ഷെ അന്നേരം അതിന് മുന്നോടിയായിട്ട് മത്സരം കഴിഞ്ഞ് മറ്റേ റിപ്പോർട്ടറൊക്കെ അർജൻറ്റീന താരങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്ത് നിന്നു. താരങ്ങളൊന്നും പ്രതികരണങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരാൻ റെഡി ആയിരുന്നില്ല. താരങ്ങളൊക്കെ ആ ഒരവസ്ഥയിലല്ലായിരുന്നു. അന്നേരം അവരുടെ കോച്ച് മാത്രമാണ് വെളിയിൽ ഇറങ്ങി വരികയും അവരോട് റിപ്പോർട്ട് എടുക്കാൻ വന്നവരോട് പറയുന്നത് അവരിപ്പം മറുപടി പറയാനുള്ളതൊന്നും ഒരു മാനസികാവസ്ഥയിലല്ല. അവരങ്ങനെ ഒക്കെ ആ ഒരു കോച്ച് ഇത് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആരുടെ ഒരു ഇൻഫർമേഷനും ആർക്കും റിപ്പോർട്ടർമാർക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നോ മെസ്സി അതിനുള്ള പ്രതികരണം തൻ്റെ പോസ്റ്റിൽ ഇൻസ്റ്റ വഴി അറിയിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് എല്ലാവർക്കും ഉള്ള പ്രതികരണമാണ് മെസ്സി ഇട്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വേദന വളരെ വലുതാണ്. ഈ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കും. സ്പെയിനെതിരായ ലോകകപ്പ് ഫൈനലിലെ അർജൻറ്റീനയുടെ തോൽവി വേദനാജനകമാണെന്ന് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി പറയുന്നു. എന്നാൽ ടീമിൻ്റെ യാത്രയിലും നേട്ടങ്ങളിലും താൻ അഭിമാനിക്കുന്നുണ്ടെന്ന് താരം വ്യക്തമാക്കി. ടീമിൻ്റെ തിരിച്ചുവരവുകളും രാജ്യത്തിൻ്റെ പിന്തുണയും തുടർച്ചയായി 2 ലോകകപ്പ് ഫൈനലുകളിൽ എത്തിയ നേട്ടവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആരാധകരുടെ സന്ദേശങ്ങൾക്ക് നന്ദി അറിയിച്ച ലയണൽ മെസ്സി കിരീടം നേടിയ സ്പെയിനെ അഭിനന്ദിച്ചു. അന്നേരം താരം സ്പെയിനെ അഭിനന്ദിക്കാനോ സ്പെയിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്പെയിന് ജയിച്ച ഒന്നും പറയാനോ ഒന്നും താരം മടിക്കുന്നില്ല. ലയണൽ മെസ്സി അവിടെ സ്പെയിനെ അഭിനന്ദിക്കുകയാണ്. തൻ്റെ തോൽവി താൻ സമ്മതിച്ചു. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത ആരാധകർക്കും എല്ലാവർക്കും രാജ്യത്തിനൊക്കെ വളരെ നന്ദി അറിയിക്കുകയാണ് താരം. വളരെ വേദനയുണ്ട്, വേദന ഉണങ്ങാൻ സമയമെടുക്കും എന്നാണ് ലയണൽ മെസ്സി അറിയിച്ചത്. പക്ഷേ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ട് കാണും. നമ്മുടെ മെസ്സി ഇങ്ങനെ കളി കഴിഞ്ഞ് മൈതാനത്തിരിക്കുമ്പം ലാമിൻ യമാൽ വന്ന് ലയണൽ മെസ്സിയെ കെട്ടിപ്പിടിക്കാൻ ഒരു കൈ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പം മെസ്സി അവിടെ ഇരിക്കുകയാണ്. ലാമിൻ യമാൽ മെസ്സി അടുത്തോട്ട് ചെല്ലുമ്പോൾ മെസ്സി എണ്ണീറ്റ് നിന്നാണ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അന്നേരം മനസ്സിലാക്കുക ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു മനസ്സ്, കാര്യങ്ങളൊക്കെ. ഈ ട്രോളുന്നവർക്കൊക്കെ എന്താ അറിയാം, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം തോറ്റതിൻ്റെ തൻ്റെ ആ ഒരു പ്രതികരണം തൻ്റെ ആരാധകരെയും ഒക്കെ അറിയിച്ചിരിക്കുകയാണ്. അതേ നിങ്ങളിലേക്ക് എത്തിച്ചത് മാത്രമേ ഉള്ളൂ.